ആദ്യം എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണും. താങ്കൾ ഇപ്പം രാഹുൽ ഗാന്ധിയുടെ ഒരു 5 മിനിറ്റ് ഇരുന്ന് നോക്കണം. താങ്കൾ ഏത് സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കണം? നിങ്ങൾ എയറോസ്പേസിനെ കുറിച്ച് സംസാരിക്കുക, ഏറ്റവും പുതിയ വാഹനങ്ങൾ ഇറങ്ങിയിരിക്കുന്ന ആ വാഹനത്തെക്കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള വിമാനങ്ങളെ കുറിച്ച് സംസാരിക്കുക, ആത്മീയതയെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് സംസാരിക്കാം, മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറയാം, ജീസസ് ക്രൈസ്റ്റിന്റെ പ്രവാചകനായ നബിയെക്കുറിച്ച് പറയാം, അത് ഏത് സ്റ്റേറ്റിലെയും കുറിച്ച് പറയാം. എല്ലാത്തിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ചിന്താഗതി നോളജുള്ള ആളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് കൃത്യമായ നോളജ്, പിന്നെ നിലപാടുകൾ ശക്തമാണ്, പിന്നെ കറപ്ഷനോട് സീറോ ടോളറൻസ് ആണ്. അത്തരം പക്ഷേ ഇതെല്ലാം പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു. അദ്ദേഹം വെല്ലുവിളിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ ചർച്ചയിൽ വോട്ടുമായി വന്ന് വോട്ട് ചോദ്യവുമായി അമിത്ഷായോട് ചോദിച്ചു, നമുക്ക് ഒന്നിച്ചിരിക്കാൻ ചർച്ച ചെയ്യാം. എന്റെ പത്രസമ്മേളനത്തെ കുറിച്ച് നിങ്ങൾ തെറ്റ് പറയുകയാണല്ലോ. എത്ര പത്രസമ്മേളനം രാഹുൽ ഗാന്ധി നടത്തി ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടെ നിങ്ങൾ എടുത്തു നോക്കിയോ? രാഹുൽ ഗാന്ധിയുടെ കഴിവുകളെ പറ്റിയാണ് ശ്രീമാൻ KC വേണുഗോപാൽ വാചാലനാകുന്നത്. എന്തൊക്കെയാ അറിവുകൾ! BMW കാറിനെ പറ്റി, പുതിയതായിട്ട് ഇറങ്ങുന്ന കാറിനെ പറ്റി, നമ്മുടെ നവോത്ഥാന നായകരെ പറ്റി വേണേലും ചോദിച്ചോളൂ. പക്ഷെ എനിക്ക് ചില ചോദ്യങ്ങളുണ്ട് മിസ്റ്റർ KC വേണുഗോപാൽ. എന്റെ ചോദ്യം ഇതാണ്: നമ്മുടെ ട്രെയിനുകളിൽ കയറി കഴിഞ്ഞാൽ കക്കൂസി പോകുമ്പോൾ പണ്ട് പേടിയാവുമായിരുന്നു. അതായത് കക്കൂസിന്റെ അവിടെ ഒരു ഓട്ടയാണ്. ഈ ഓട്ട ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ താഴെ കൂടെ ട്രാക്ക് പോകുന്നത് കാണാൻ കഴിയും. അത് ഇല്ലാതെ, അതുമാത്രമല്ല, റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്ന ഒരു ഭക്ഷണം കഴിക്കാൻ നമുക്ക് തോന്നൂല. ട്രാക്ക് മുഴുവനും തീട്ടമായിരിക്കും. അതുപോലെ തന്നെ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ അവിടെയും ഇല്ലായിരുന്നു. എന്തായിരുന്നു സാർ റെയിൽവേയിലെ ഈ നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ്, പച്ചയ്ക്ക് പറഞ്ഞാൽ തീട്ടം, ഈ ട്രാക്കിൽ വീണ് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനുള്ള കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ കാഴ്ചപ്പാട്? പോട്ടെ, നമ്മുടെ തീവ്രവാദ ആക്രമണങ്ങൾ ഒരുപാട് നടന്നു. സാധാരണക്കാർക്ക് ഉത്തരേന്ത്യയിൽ പുറത്തിറങ്ങി നടക്കാൻ വയ്യ. മാസാമാസം തീവ്രവാദ ആക്രമണമായിരുന്നു. ഇഷ്ടം പോലെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് മുഴുവൻ സാധാരണക്കാർ, റെയിൽവേ സ്റ്റേഷനുകളിൽ, പബ്ലിക് സ്ഥലങ്ങളിൽ, മാർക്കറ്റുകളിൽ. എന്നാൽ ഈ തീവ്രവാദികളെ നമുക്ക് തടയാൻ കഴിയില്ല. ചെറ്റകളാ, തന്തയില്ലാത്തവന്മാരാ, അവന്മാരത് ചെയ്യുന്നു. തിരിച്ചിവന്മാരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത ഒരു നാണം കെട്ട ഒരു സർക്കാരായിരുന്നു നമ്മൾ കരഞ്ഞുകൊണ്ട് ഓടുന്നത് അമേരിക്കയുടെ കാല് പിടിക്കാനായിരുന്നു. അപ്പോൾ തീവ്രവാദികൾ ഇനി ആക്രമിച്ചാലും കുഴപ്പമില്ല, ശക്തമായ മറുപടി ഭാരതം നൽകും എന്നൊരു പേടി അവർക്കുണ്ടാവണമല്ലോ. അങ്ങോട്ടൊരു അടി കൊടുത്താലും തിരിച്ചൊരെണ്ണം കിട്ടുമെന്നൊരു പേടി അവർക്കുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു പേടി അവർക്ക് ഉണ്ടാകാനായിട്ട് എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വീക്ഷണം? എന്ത് ചെയ്യാനായിരുന്നു ഉദ്ദേശം? അതും പോട്ടെ, നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇടത്തരക്കാരാണ്, സാധാരണക്കാർ. ഇപ്പൊ എന്റെയൊക്കെ പോലുള്ള ഫാമിലി, ഞങ്ങളുടെയൊക്കെ ഫാമിലിയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ രോഗങ്ങളാണ്. എന്തെങ്കിലും ഒരു രോഗം വരിക, ഒരു പനി വന്നാൽ മതി, കുടുംബത്തിന്റെ മൊത്തം ബഡ്ജറ്റ് താളം തെറ്റും. നമ്മുടെ വരുമാന സ്രോതസ്, അതുപോലെ തന്നെ നമ്മുടെ മറ്റു പല കാര്യങ്ങളും അവതാളത്തിലാവുകയും ചെയ്യും. അങ്ങനെയുള്ള സാധാരണക്കാരുടെ, ഇനി പാവപ്പെട്ടവർ തന്നെ എടുക്കും, വളരെ പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്നുകൾ വാങ്ങാൻ ഭീമമായ തുകകൾ, വലിയ വലിയ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഭീമമായ തുക വരും മരുന്നുകൾക്ക്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ വേണ്ടി വരുന്ന, 2, 3, 4 ലക്ഷം രൂപ വേണ്ടി വരുന്ന, അതൊരു നിസാര തുകയാണ്, എന്നാൽ അതൊരു വലിയ തുകയാണ്. ഇപ്പൊ 25 ലക്ഷം, 30 ലക്ഷം, 1 കോടി എന്നൊക്കെ പറഞ്ഞാൽ വലിയ തുകയായി. എന്നാൽ ഈ 3 ലക്ഷം, 4 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ തുകയാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തുകയാണ്. അപ്പോൾ അത്തരം തുകകൾ ലഭിച്ചാൽ ഭേദമാക്കാവുന്ന രോഗങ്ങൾ ഉണ്ടായിട്ടും ആൾക്കാർ ആ വേദനയോ ആ രോഗമോ സഹിച്ചുകൊണ്ട് മരണത്തിന് കീഴടങ്ങി കൊടുക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇവരെയൊക്കെ രക്ഷിക്കാൻ എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വീക്ഷണം? അതും പോട്ടെ, ഇന്ത്യ മൊബൈലുകൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണെന്ന് സാറിന് അറിയാമല്ലോ. നമ്മുടെ ഇവിടെയുള്ള ചെറുപ്പക്കാർക്കൊന്നും തൊഴിൽ തീരെ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ പുതിയ പുതിയ ഹബ്ബുകളൊന്നും വരുന്നില്ലായിരുന്നു, നല്ല നല്ല ഇൻഡസ്ട്രികൾ വരുന്നില്ലായിരുന്നു. അത് മാത്രമല്ല, നമ്മളൊരു ആത്മനിർഭർ അല്ലായിരുന്നു. നമ്മൾ കൂടുതലും ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഓയിൽ ശേഖരം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ശേഖരം തന്നെ നമുക്ക് വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഇൻഡസ്ട്രികൾ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മളൊരു ആത്മനിർഭരായി മാറുവാനും നമ്മുടെ കുട്ടികൾക്കെല്ലാം കൂടുതൽ തൊഴിൽ ഇവിടെ ലഭിക്കുവാനും സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാനും അവർക്കും ഇവിടെ തന്നെ തൊഴിൽ നൽകുവാനും അവരെയും വിദേശത്ത് പോലും അയച്ച് അവിടെയുള്ള IT മേഖലകളിലും മറ്റു വ്യവസായ മേഖലകളിലും നമ്മുടേതായിട്ടുള്ള ഒരു പിടി അവിടെയും വേണം എന്നുള്ള രീതിയിൽ നമ്മൾ കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടിയിരുന്നു. എന്തായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ആ കാര്യത്തിലുള്ള വീക്ഷണം? നമ്മുടെ രാജ്യത്തിലെ റോഡുകളുടെ പണി വളരെ ദയനീയമാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഈ 6 വരി പാത, 8 വരി പാത, 14 വരി പാതയൊന്നും പണ്ടില്ലായിരുന്നു, ഇപ്പോൾ ഉണ്ട്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു റോഡോ അല്ലെങ്കിൽ ഒരു സർക്കാർ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നു, അതിന്റെ ഒരു തറക്കൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 10, 50, 60 വർഷം കഴിഞ്ഞാൽ ഈ പദ്ധതി പൂർത്തിയാവുള്ളൂ. ഉദാഹരണത്തിന്, താങ്കളുടെ അമ്മുമ്മ
ഇന്ദിരാഗാന്ധി തറക്കല്ലിട്ട നമ്മുടെ നാട്ടിലെ 2 ബൈപ്പാസുകളുണ്ട്. ഒന്ന് ആലപ്പുഴ ബൈപ്പാസും കൊല്ലം ബൈപ്പാസും. 2017 മോദി ആണ് അത് പൂർത്തീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പദ്ധതികൾ ഡിലേ ആയി കിടക്കുന്നു. വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്നാലേ രാജ്യത്തിലെ കൂടുതൽ വ്യവസായശാലകൾ വരുള്ളൂ. കൂടുതൽ പേർക്ക് വേഗത്തിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ വരുമാനങ്ങൾ ഉണ്ടാവുള്ളൂ. ആ യാത്രകളിലൂടെ സർക്കാരിന് വരുമാനം ഉണ്ടാകുന്നു. ആൾക്കാർ പുതിയ പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ തൊഴിൽ വർദ്ധിപ്പിക്കാനും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനും വ്യവസായങ്ങൾ കൊണ്ടുവരാനും എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഉള്ളിലെ പദ്ധതി, അല്ലെങ്കിൽ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ വീക്ഷണം? അതും പോട്ടെ, നമ്മുടെ രാജ്യത്ത് ഏകദേശം 140 കോടി ജനം ഓൾറെഡി ഉണ്ട്. അത്രയും ജനങ്ങളുടെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഇതിന്റെ ഇടയിൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ വളരെ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള കുറെ ആൾക്കാർ, തീവ്രവാദ സ്വഭാവമുള്ളവർ ഈ രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറുന്നു. ഇവർക്കും പൗരത്വത്തിന്റെ ആവശ്യമുണ്ട്. ഇവർ പൗരത്വം ചോദിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടുന്നു, തീവ്രവാദികളുടെ എണ്ണം കൂടുന്നു, തീവ്രവാദവും കൂടുന്നു. ഇവരെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമ്മുടെ രാജ്യത്തിന്റെ വിഭവങ്ങൾ നമ്മുടെ രാജ്യത്തിലുള്ള ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും ഒക്കെയായി വീതിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് മറ്റുള്ളവരെ, മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് അനധികൃതമായി കുടിയേറുന്നവരെ എല്ലാം ഒഴിവാക്കി നമ്മുടെ രാജ്യം ആദ്യം നമ്മുടെ ജനങ്ങൾക്ക് ശ്രേഷ്ഠമായി നിർമ്മിച്ച് നൽകിയിട്ട് ബാക്കിയുള്ളവരെ സഹായിക്കാം. അതാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം നന്നാവുക, എന്നിട്ട് ബാക്കിയുള്ളവരെ സഹായിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു താങ്കളുടെ കാഴ്ചപ്പാട്, രാഹുൽ ഗാന്ധിയുടെ കാഴ്ചപ്പാട്? നമ്മുടെ രാജ്യത്തിന്റെ ജി ഡി പിയിൽ അത്യാവശ്യം നല്ലൊരു ശതമാനം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് നമ്മുടെ തീരദേശ മേഖല, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധികൾ നന്നാക്കുക, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അവർക്ക് നല്ല നല്ല അത്യാധുനിക ബോട്ടുകൾ, വള്ളങ്ങൾ എന്നിവ നൽകുക, ഫിഷ് ക്യാച്ചിങ് മെഷീനുകൾ നൽകുക. ഇതൊക്കെ നൽകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആലോചന രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു? നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായി സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ മാസത്തിലും ഒരു വേദനയാണ് ആർത്തവ വേദന. ആ സ്ത്രീകൾക്ക് പാഡ് വാങ്ങാനുള്ള പണം പോലും ഒരുപക്ഷെ ഈ രാജ്യത്തിലുള്ള പലർക്കും താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അവർ ചെളി കുഴച്ചു വെച്ചും പഴംതുണികൾ ചുരുട്ടി വെച്ചുമൊക്കെയാണ് അവരുടെ ആർത്തവ സമയം എങ്ങനെയെങ്കിലും കടന്നു പോകുന്നത്. ആ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കാഴ്ചപ്പാട്? അതും പോട്ടെ, സ്ത്രീകൾ വളരെയധികം ബുദ്ധിമുട്ടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വന്ന് മരിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാണ്. എംഫിസീമ പോലുള്ള അസുഖങ്ങൾ വന്ന് ധാരാളം സ്ത്രീകൾ മരിക്കുന്നുണ്ട്. ശ്വാസകോശ അർബുദം വരെ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് അവരുടെ കൂടുതലായിട്ടും നമ്മുടെ നാട് പോലെ, കേരളം പോലെയല്ല. ഇവർ ഈ ചാണകം ഉണക്കി പിടിച്ച് വൈക്കോലും ചെത്ത് സിഗിരി എന്ന് പറഞ്ഞൊക്കെ അടുപ്പ് പോലെ സാധനം ഉണ്ടാക്കി അവർ അതിലാണ് ഉണ്ടാക്കുക. അതിൽ നിന്ന് വരുന്ന പുക എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ള പുകയാണ്. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് എല്ലാം വളരെ രൂക്ഷമായി വരുന്ന സാധനമാണ്. അപ്പൊ ഇത് ശ്വസിച്ചാണ് പലർക്കും വലിയ വലിയ രോഗങ്ങൾ വരുന്നത്. സ്ത്രീകളുടെ എല്ലാം ആയുർദൈർഘ്യം കുറഞ്ഞു വന്നത്. അതിൽ നിന്ന് അവരെ മെച്ചപ്പെടുത്താൻ എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കാഴ്ചപ്പാട്? ലോകം മുഴുവൻ മുന്നോട്ട് കുതിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പലപ്പോഴും അവരോടൊപ്പം എത്താൻ പറ്റാതെ ആയി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എത്താൻ പറ്റാതെ ആയി പോകുന്നതിന് പ്രധാന കാരണം നമ്മളുടെ പഠന രീതിയും അതും അല്ലെങ്കിൽ നമ്മുടെ സിലബസുകളുടെ കാലപ്പഴക്കമാണ്. നമ്മൾ ഇന്നും അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കാതെ AI ടെക്നോളജി എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന പല തിയറികളും ഹൈപ്പോത്തിസിസുകളും പഠിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം അവരെ മാറ്റി നമ്മുടെ സ്കൂളുകൾക്കെല്ലാം മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ നൽകി, വൃത്തിയുള്ള ക്ലാസ് റൂമുകൾ നൽകി, സ്മാർട്ട് ക്ലാസുകൾ നൽകി, വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന പഠനോപകരണങ്ങൾ നൽകി, അവർക്ക് വേണ്ടുന്ന വൃത്തിയുള്ള ടോയ്ലറ്റുകൾ സജ്ജീകരിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കാഴ്ചപ്പാട്? AI and robotics are changing the future of work. So what changes you would like to say about India's educational system? Well, you need to change more than just the education system. Okay, you need to change the way we think about production. We need to change the focus that we have, I believe, and focus much more on production and on manufacturing. അതും പോട്ടെ, റെയിൽവേ സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ റെയിൽവേ പാളങ്ങളിൽ കക്കൂസിൽ പോകേണ്ട ഗതികേടിലായിരുന്നു ഡൽഹിയിലുള്ള സ്ത്രീകൾ പോലും. 2016 മോദി അധികാരത്തിൽ വന്ന് 2 വർഷമായി. എന്നിട്ട് പോലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ, നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ ഞങ്ങൾ കാണുന്ന കാഴ്ച സ്ത്രീകൾ വെളിക്കിറങ്ങാനായിട്ട് രാവിലെ 6 മണി 7 മണിക്കെല്ലാം റെയിൽവേ ട്രാക്കിൽ ഇരിക്കുന്നതായിരുന്നു. കക്കൂസ് ഇല്ലാത്ത അവസ്ഥ പലർക്കും.
മലയാളികൾക്ക് അതൊരു തമാശയായിരിക്കും. എന്നിട്ട് പോലും 2.5 ലക്ഷം കക്കൂസുകൾ സ്വച്ഛ ഭാരത് മിഷന്റെ ഭാഗമായിട്ട് കേരളവും വാങ്ങിച്ചിട്ടുണ്ട്. അത് അവരും പറയില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ സ്ത്രീകൾ രാവിലെ 4 മണിക്കോ 5 മണിക്കോ എഴുന്നേറ്റ് കക്കൂസിൽ പോകും. ഇപ്പൊ ഉൾനാടൻ ഗ്രാമങ്ങളിലാണെങ്കിൽ ഇവർ കക്കൂസിൽ പോകുന്ന സമയം നോക്കി ഇവരെ ബലാത്സംഗം ചെയ്യാനും പീഡിപ്പിക്കാനും നടക്കുന്നവന്മാരുണ്ട്. തൂറാൻ പോലും സമ്മതിക്കാത്ത കാപാലികന്മാർ. അങ്ങനെയൊക്കെ ഉള്ള ദുരന്തമായ ജീവിതം നയിച്ചു വന്നിരുന്ന ഭാരത സ്ത്രീകൾക്ക് സ്വസ്ഥവും സ്വൈര്യമായിട്ടൊന്ന് കക്കൂസിൽ പോകാനുള്ള സാഹചര്യമെങ്കിലും ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കാഴ്ചപ്പാട്? ഇങ്ങനെ ഞാൻ ഓരോന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ KC വേണുഗോപാൽ എനിക്ക് ഒരു 24 മണിക്കൂർ വേണ്ടി വരുന്ന ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യേണ്ടി വരും. BMW-ന്റെയും ബെൻസിന്റെയും നമ്മുടെ പഴയ പൂർവികർ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ വീണ്ടും ഇങ്ങോട്ടിട്ട് ഉണ്ടാക്കി തരാനല്ല ഞങ്ങൾ നിങ്ങളാരും തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അംബേദ്കറെ പറ്റി പഠിക്കാനും ശ്രീനാരായണ ഗുരുവിനെ പറ്റി പഠിക്കാനും അയ്യങ്കാളിയെ പറ്റി പഠിക്കാനും ബെൻസ് കാറും BMW കാറും പുതിയ ബൈക്കിനെ പറ്റി പഠിക്കാനും യൂട്യൂബ് തുറന്ന് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ റെഫറൻസുകൾ വാങ്ങാൻ കിട്ടും. ഞങ്ങൾക്ക് അതല്ല വേണ്ടതെന്ന് മനസ്സിലാക്കോ. ഇതുപോലുള്ള കിഴങ്ങുകളെയാണോ നിങ്ങൾ ഇപ്പോഴും എടുത്തു വെച്ച് ആരാധിക്കുന്നത്? ഇതൊക്കെ എന്തറിവാണ്? ഇനിയും നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ കിടപ്പുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കിടപ്പുണ്ട്. അപ്പോഴാണ് BMW-ന്റെ ബൈക്കിന്റെയും ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അതൊക്കെ പറയണം, ഇയാൾ പറയണം. ഞങ്ങൾക്ക് ശ്രീനാരായണന്റെ ബുക്ക് വായിച്ചാൽ പോരെ? ഇതൊന്നും പുതിയതായിട്ട് ഒന്ന് പറഞ്ഞു തരാനുള്ള എന്താണ് നിങ്ങൾക്ക് ഭാവിയെ കുറിച്ചുള്ള കോൺസെപ്റ്റ് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. BMW ബൈക്കിന്റെ കാലിനിടെ പോയി നോക്കി. ജയ് ഹിന്ദ്.